ഒന്നാമത്തത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇന്നലെ മുതൽ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ടുള്ള വർധനവ് ഉണ്ടായി വോട്ടിംഗ് പെർസെൻറ്റേജിൽ. അതായത് ഏഷ്യാനെറ്റൊക്കെ പറയുന്നത് ജനങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി എന്നൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഈ പോഴന്മാർക്ക് കണക്കൊക്കെ നോക്കി ബേസിക്കലി റിസർച്ച് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? SIRൽ കഴിഞ്ഞ തവണ 9 ലക്ഷത്തോളം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു, 2 ലക്ഷത്തോളം വോട്ടുകൾ പിന്നീട് ചേർക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എന്ത് ചെയ്തു, കുറഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ചില കണക്കുകൾ കൂടി ഏറ്റവും ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്തത് 2,86,62,437. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തവണത്തെ വോട്ടർ പട്ടിക ടോട്ടൽ ഉള്ളത് 2,71,42,952 പേര് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വോട്ടിങ്ങിൽ എന്തുണ്ടായി, വലിയ തോതിലുള്ള വ്യത്യാസം ഈ പറയുന്ന ഉണ്ടായി. SIR മൂലം അല്ല, അത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്നുകൂടി കൃത്യമായി റെഡിയാക്കിയതുകൊണ്ട് ഉണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ അത് സംഭവിക്കും. ആദ്യം 100 വോട്ടുണ്ടായി, അത് 90 വോട്ടേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് എടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കൂടും. മനസ്സിലായോ? അതിന്റെ ഒരു നോർമൽ SIR മൂലം ഇത്രയും വോട്ടുകൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടും കഴിഞ്ഞ നിയമസഭയിൽ നിന്നുകൊണ്ട് 2% വർദ്ധിച്ചിട്ടുണ്ടല്ലോ. SIR മൂലം ഇത്രയും വോട്ടുകൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടു, പക്ഷെ എന്നിട്ടും നമ്മൾ കഴിഞ്ഞ ഈ പെർസെന്റേജ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, നിങ്ങളുടെ ടോട്ടൽ വോട്ടിൽ കുറവ് വന്നേക്കണേണ്. അപ്പൊ പിന്നെ പെർസെന്റേജ് എടുക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അത്രയും ആളുകൾ വോട്ട് ചെയ്താൽ തന്നെ ഇത് ഏതാണ്ട് 79-80% ഇതിലേക്ക് എത്തും. ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലായോ താങ്കൾക്ക്? താങ്കളിപ്പോ 100 പേരെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് 100 പേര് ഇപ്പൊ വോട്ടെടുപ്പ് ഉണ്ടായി, അതിൽ കഴിഞ്ഞ തവണ 73% പേര് വോട്ട് ചെയ്തു പറഞ്ഞാൽ 73 പേര് വോട്ട് ചെയ്തു. കറക്റ്റ് ആണല്ലോ. ഈ 100 എന്നുള്ളത് 90 ആയി. അപ്പൊ പിന്നെ 100% ഏതാ, 90ആണ്. മനസ്സിലായോ? ആ 90-ൽ നിന്ന് 73 പേര് വോട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രയാവും? അത് ഏതാണ്ട് 78-79% എന്ത് ചെയ്യും, വരും. ഈ കണക്ക് പോലും പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വിവരക്കേടുകൾ.